സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ മഹാജനങ്ങൾക്കും ഇത് അത്യന്തം സന്തോഷപ്രദമായ ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഈ മഹാസദസ്സിലേക്ക് വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുക. എല്ലാവരും വിശിഷ്ട അതിഥികൾ തന്നെ. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ താഴെ ഇരിക്കുന്നവരെക്കാൾ വിശിഷ്ട അതിഥികളായി ഞാൻ കാണുന്നത് മുകളിൽ സ്റ്റേജിൽ നിൽക്കുന്നവരായ ആളുകളാണ്. അവരെ ആദരിക്കുവാൻ, അവർക്ക് ആശംസകൾ നേരുവാനാണ് ഈ താഴെ വന്നിരിക്കുന്ന മഹാത്മാക്കൾ എല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധനായ അഭിമന്യനായ ക്രിസോസ്റ്റം തിരുമേനിയെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. 98 നിൽക്കുമ്പോഴും സദാ സഞ്ചരിച്ചും തൻ്റെ നർമ്മവും അതുപോലെ തന്നെ ഗഹനമായ വിഷയങ്ങളും ഒരുപോലെ ചേർത്ത് സമൂഹത്തിന് വേണ്ടിയിരിക്കുന്ന പ്രബോധനം നൽകി ഈ കേരള ജനതയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വന്യ തിരുമേനി ഇതിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ വന്നു ചേർന്നത് നിശ്ചയമായിട്ട് സന്തോഷം. അഭിമന്യ തിരുമേനിയെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാമി പ്രകാശാനന്ദ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വളരെ അധികം സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. പാമ്പാടി ദയറായോടനുബന്ധിച്ച് നടത്തുന്ന സംരംഭങ്ങൾക്കൊക്കെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീസ്സുമുണ്ട്. ഇന്ന് ഈ മഹാസമ്മേളനത്തിലും സന്നിഹിതനായി ഈ ദമ്പതികൾക്ക് പാരിതോഷികം നൽകുവാൻ തക്കവണ്ണവും അവരെ ആശീർവദിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും വന്നെത്തിയിരിക്കുന്ന സ്വാമിജിയെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സി തോമസ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും അദ്ദേഹം സമുന്നതനായ ഒരു നേതൃത്വത്തിരിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഈ സംരംഭങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന വലിയ ഉത്തേജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കി അതനുസരിച്ചപ്പോഴും തൻ്റേതായിരിക്കുന്ന സന്ദേശം നൽകുന്ന മഹൽ വ്യക്തിയാണ് ഡോക്ടർ സി തോമസിനെയും ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാധാകൃഷ്ണൻ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിൻ്റെ അതുപോലെ സാമൂഹിക രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ സന്നിഹിതരാകുവാൻ സൗകര്യം കാണിച്ചത് നമുക്ക് ഈ ഉപഹാരം നൽകുവാൻ തക്കവണ്ണം സന്നദ്ധമായ അദ്ദേഹത്തെയും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്യരായ വൈദികർ ഇവരെല്ലാവരെയും ഞാൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വന്നെത്തിയിരിക്കുന്ന എല്ലാ പ്രത്യേകിച്ച് ദമ്പതിമാർ നേരത്തെ അവർക്കാണ് ഞാൻ സ്വാഗതം ആശംസിച്ചത്. ഇനി അവരുടെ കൂടെ വന്നെത്തിയിട്ടുള്ള ബന്ധുമിത്രാദികളുണ്ട്. അവരുടെ ജീവിതത്തിൽ വലുതായിരിക്കുന്ന സാക്ഷ്യം വഹിക്കുവാൻ, അവർക്ക് വേണ്ടിയിരിക്കുന്ന മാർഗദർശനം നൽകുവാൻ, അവർക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ കരുത്താങ്ങലും നൽകുവാൻ ഉള്ളവരാണ് കൂടെ എത്തിയിട്ടുള്ളവർ. അവരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ഗ്രാമത്തിൻ്റെ ചുമതലയുള്ള സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മകൾ വ്യക്തികളുണ്ട്. അതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അനവധി വിശിഷ്ടാതിഥികൾ അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കറിയാം, സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ സമാധാനവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഈ ഒരു വേദിയിലേക്ക് വന്നെത്തുന്നത് അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. യാത്രയിലാണ് വന്നെത്താം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബാജിയുടെ അനുഗ്രഹ കൽപ്പന ബഹുമാനപ്പെട്ട തോമസ് വെച്ച് വായിക്കും. പവിത്രസ്മൃതി മംഗല്യനിധി പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് അത്യധികം യത്നിച്ച മംഗല്യനിധി കൺവീനർ തോമസ് കുര്യൻ അരോട്ടിപ്പുഴാച്ചനും മലങ്കര സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മിത്രാപൊലീത്തായുമായ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുഗ്രഹ കൽപ്പന വായിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസ് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടും എറണാകുളം സെൻറ് മേരീസ് പള്ളിയുടെ നവതി ആഘോഷം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു.
വളരെ നേരത്തെ ഏറ്റ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നായി പോയി. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാതെ പോയത്. പിതാവിന് അധികം ദുഃഖമുണ്ട് ഇവരോടുകൂടെ കുറേ സമയം ചെലവഴിക്കുവാൻ സാധിക്കാത്തതിൽ. പിതാവ് തന്നെ എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ അനുഗ്രഹ സന്ദേശം അവനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ആ സന്ദേശം ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സന്ദേശം ഈ സമയത്ത് ഇവിടെ വായിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കാതോലിക്കേറ്റ് ഓഫ് ദ ഈസ്റ്റ്, ബസേലിയോസ് മാർത്തോമ പൗലോസ് II, കാതോലിക്കോസ് ഓഫ് ദി അപ്പോസ്തോലിക് ത്രോൺ ഓഫ് സെൻറ് തോമസ് ആൻഡ് മലങ്കര മെത്രാപ്പൊലീത്തൻ, കാതോലിക്കേറ്റ് പാലസ്, കോട്ടയം, കേരള, ഇന്ത്യ. അതുല്യമായ ദൈവാശ്രയത്തോടെ കോട്ടയം മെത്രാസനത്തെ നയിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ താമസശ്രേഷ്ഠൻ ഭാഗ്യസ്മരണാർഹനായ പാമ്പാടി കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചരമകനക ജൂബിലി മലങ്കര സഭയിലെങ്ങും അനുഗ്രഹകരമായി ആഘോഷിക്കുന്ന വേളയാണല്ലോ ഇത്. ലോകത്തോട് അനുരൂപപ്പെടാതെ നിരന്തരമായ പ്രാർത്ഥനയാൽ ആ വിശുദ്ധ പിതാവ് തൻ്റെ ജീവിതത്തെ ദൈവകൃപയോട് അനുനിമിഷം ചേർത്ത് നിർത്തി. നോമ്പും ഉപവാസവും കൊണ്ട് സ്വന്തം ആത്മീയ ജീവിതത്തിന് വേലികെട്ടി ബലപ്പെടുത്തി. ഇങ്ങനെ തൻ്റെ തപശക്തിയിലൂടെ ആർജിച്ചെടുത്ത ദൈവിക ശക്തിയായിരുന്നു ആ പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയുടെ അടിസ്ഥാന മുഖമുദ്ര. പ്രപഞ്ചത്തിലും സമസ്ത ജീവജാലങ്ങളിലും ദൈവമഹത്വം ദർശിച്ച പാമ്പാടി തിരുമേനി പൗരസ്ത്യ ആധ്യാത്മികതയ്ക്കും പരിസ്ഥിതി ആധ്യാത്മികതയ്ക്കും സ്വന്തം ജീവിതം കൊണ്ട് പുതിയ ഭാഷ്യം രചിച്ചു. പക്ഷിമൃഗാദികളോടും സസ്യലതാദികളോടും പുണ്യശ്ലോകനായ പിതാവിനുണ്ടായിരുന്ന കരുതൽ അദ്ദേഹത്തിൽ നിറഞ്ഞു വിളങ്ങിയിരുന്ന ദൈവാത്മപ്രഭയുടെ നിദർശനമാണ്. ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലികളായ ആർദ്രതയും മനസ്സലിവും ദീനാനുകമ്പയും പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും അശരണർക്കായി ഒഴുകിയിറങ്ങി. അതിൻ്റെ കുളിർമ ആസ്വദിച്ചവരും അവരുടെ പിന്മുറക്കാരും അന്നും ഇന്നും ഈ പിതാവിൻ്റെ വിശുദ്ധിയെ ആദരിക്കുകയും മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്നു. പാമ്പാടി തിരുമേനിയുടെ ചരമകനക ജൂബിലിയോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ നടപ്പാക്കപ്പെട്ടു. നിർധനരായ 75 ദമ്പതിമാർക്ക് 2 ലക്ഷം രൂപ വീതം നൽകി വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ പവിത്ര സ്മൃതി മംഗല്യനിധി പദ്ധതി ഇവയിലേറെ ശ്രദ്ധേയമായി എന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ക്രിസ്തു സ്നേഹത്താൽ നിറഞ്ഞ് അനുഗ്രഹീതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ച ദമ്പതികളെയും കുടുംബങ്ങളെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പാമ്പാടി നേരായി വന്ന് പ്രാർത്ഥിക്കുവാനും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സ്വീകരിക്കുവാനും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും നാം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ബസേലിയോസ് മാർത്തോമ പൗലൂസ് ഒപ്പം.